എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചെമ്മീൻ കറിയാണ്. തേങ്ങ അരച്ച ചെമ്മീൻ കറി. നമുക്കപ്പോൾ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് ചെമ്മീൻ കറി ഉണ്ടാക്കുന്ന എൻ്റെ ചേരുവ. തക്കാളി, ഇഞ്ചി, പച്ചമുളക്, തേങ്ങ അരച്ചത്, പുളി, ചെമ്മീൻ. ഒരു 1/4 കിലോ ചെമ്മീനുണ്ട്. അതിനുള്ള ചേരുവയും അത് ഞാൻ റെഡിയാക്കിയിട്ടുള്ളത്. നമുക്ക് ചെമ്മീൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ചെമ്മീൻ ഞാൻ മഞ്ഞളും മുളകും ഉപ്പ് പെരക്കി വെച്ചതാണ്. പുളിവെള്ളവും നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. സാധാരണ മീനിനെ പെരക്കുന്ന പോലെ തന്നെ ഞാൻ അത് മീൻ പെരക്കി വെച്ചിട്ടുണ്ട്. മഞ്ഞളും മുളകും ഉപ്പും. സാധാരണ പുളി മീനിന് മുന്നേ ഒഴിച്ച് വെക്കും, പക്ഷേ ചെമ്മീൻ അതിൻ്റെ ആവശ്യമില്ല. ഇതിൻ്റെ ഇട്ടിട്ട് നമ്മൾ തേങ്ങയെല്ലാം കലക്കുന്ന സമയത്ത് ഒന്നിച്ചിട്ട് കലക്കിയാൽ മതി. നമുക്ക് കൈനെ കൊണ്ടായിരിക്കും കലക്കുന്നത് നല്ലത്. മീൻ കറി, ചെമ്മീൻ്റെ കറി, പ്രത്യേകിച്ചിട്ട് ചെമ്മീൻ കറി. അപ്പോൾ നമുക്ക് തേങ്ങേൻ്റെ അരച്ചത് ഇതിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുറച്ച് വെള്ളം, നമുക്ക് ആവശ്യത്തിനായ വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ അധികം ചെമ്മീൻ കറിക്ക് അധികം വെള്ളം വേണ്ട. നമുക്ക് കറക്റ്റായിട്ടുള്ള വെള്ളമേ വേണ്ടു. ഒരുപാട് വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ കറി വറ്റിയെടുക്കണമെങ്കിൽ കുറേ താമസം പിടിക്കും. അപ്പോൾ ആവശ്യമുള്ളത് മാത്രം വെള്ളം ചേർത്ത് കറി കലക്കി വെക്കാം. ഞാനിത് ചെമ്മീൻ ആദ്യം ഞാൻ മഞ്ഞൾ മുളക് ഉപ്പ് പെരക്കി വെച്ചതാണ്. അപ്പോൾ അതിന് ശേഷം ഞാൻ ഇത് തക്കാളി, പച്ചമുളക്, ഇഞ്ചി, പിന്നെ തേങ്ങ അരക്കുമ്പോൾ ഞാൻ അതിനകത്ത് കുറച്ച് മഞ്ഞളും മുളകും ഇട്ടിട്ടാണ് അരച്ചത് തേങ്ങ. അപ്പോൾ അന്നേരം പിന്നെ ഒരുപാട് മുളകിൻ്റെ ആവശ്യമില്ല. ആദ്യം ഞാൻ പെരക്കി വെച്ചതും ഈ തേങ്ങേൻ്റെ കൂടെ ചേർത്തതും കൂടിയിട്ടുള്ള മുളക് ഇതിന് മതിയാവും. അപ്പോൾ കലക്കാം. നമുക്ക് നല്ലോണം കൈകൊണ്ട് ചേർത്ത് കലക്കാം. അപ്പോൾ അധികം വെള്ളമൊന്നും ഒഴിക്കണ്ട, ഒരു ആവശ്യത്തിന് മാത്രമേ ഒഴിക്കണ്ടൂ. ഒരുപാട് വെള്ളം ഒഴിച്ചാൽ വറ്റിക്കേണ്ടി വരും. അപ്പോൾ കുറച്ച് മാത്രം ഒഴിക്കുക. ഏകദേശം ഈ വെള്ളം മതിയായിരിക്കും. നമുക്ക് വേണ്ടിക്കൽ ചേർത്ത് കൊടുക്കാം. ഒന്നും നമുക്ക് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഇത് നമുക്ക് നല്ലോണം ആ ചേരുവയും കൂട്ടി കലക്കിയിട്ട തക്കാളിയൊക്കെ കൈകൊണ്ട് നല്ലോണം ഞെരടി വെക്കാം. അപ്പോൾ ആ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ എല്ലാം കൂടി ചേർത്ത് നമുക്ക് നല്ലപോലെ എന്നാലേ ചെമ്മീൻ കറിയോ വേണ്ടാന്ന് നമുക്കങ്ങനെ ചേർക്കേണ്ടി വരുന്നു. അല്ലെങ്കിൽ വെറുതെ നമുക്ക് കയ്യിൽ കൊണ്ട് ഇളക്കിയിട്ട് വെച്ചാൽ മതി. അപ്പോൾ ഇത് മതിയാകും, ഈ വെള്ളം മതിയാകും. അപ്പോൾ നമുക്കിനി ഇത് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് അടുപ്പ് കത്തിച്ച് കറി അടുപ്പത്തേക്ക് വെക്കാം. അപ്പോൾ നമുക്കിത് തിളക്കുന്നവരെ വെയിറ്റ് ചെയ്യാം. നമുക്ക് മൂടി തുറന്ന് നോക്കാം. അധികം ഇങ്ങനെ അടച്ച് വെക്കരുത്. മീൻ്റെ ഒരു സാധനം ആരും അടച്ച് വെക്കൂല. ഒന്ന് തിളക്കുന്നവരെ ഒന്ന് അടച്ച് വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അടച്ച് വെച്ചത്. ഉണ്ടോ, കറി തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി വെക്കാം. ഈ മീൻ്റെ കറിക്കല്ല എരിവൊക്കെ അവരവരിഷ്ടത്തിന്. ചില ആൾക്കാർക്ക് നല്ല കളറ് വേണം. എനിക്കൊക്കെ അത്ര എരിവ് വേണ്ടാത്തതുകൊണ്ട് ഞാൻ എരിവ് കുറച്ചെന്നേ ഉള്ളൂ. സാധാരണ ഒരു കളറാണ്. മീൻ്റെ കറി എന്നെല്ലാം പറഞ്ഞാൽ പണ്ട് നല്ല കളറുണ്ടാകും. പക്ഷെ നമുക്ക് എരിവ് അത്ര വേണ്ടാത്തതുകൊണ്ട് എരിവെല്ലാം അവരവരെ ഇഷ്ടത്തിന് ചേർക്കാം. നമ്മളിപ്പോൾ എൻ്റെ കണക്കിനുള്ള എരിവാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ഇപ്പം നല്ലോണം തിളച്ച് വരട്ടെ. ഒരു 10 മിനിറ്റ് ഇത് വേവേണ്ട ആവശ്യമുണ്ട്. ചെമ്മീൻ വേഗം പോവും. 8-10 മിനിറ്റ് മതി. അപ്പോൾ കറി തിളച്ച് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. കറി നല്ല തിളച്ച് വെന്ത് വരുന്നുണ്ട് മീൻ. അപ്പോൾ ഞാൻ ഇതിനകത്ത് മരക്കയിലാണ് ഉപയോഗിക്കുക. മീൻ കറിയിൽ മരക്കയിലാണ്. അപ്പോൾ നമ്മൾ ഈ കറി തിളക്കുമ്പോൾ ഇതിനോടൊപ്പം ഈ കയ്യിലിട്ട് വെച്ചാൽ ഒരു ടേസ്റ്റ് പറയുന്നത് പണ്ടുള്ള ആൾക്കാർ പറയുന്നേക്കാം. അപ്പോൾ ഞാനിത് പണ്ടേ ഉപയോഗിക്കുന്നത് ഈ മരത്തിൻ്റെ കയ്യിലാണ്. അപ്പോൾ നമുക്ക് ഒരു 5 മിനിറ്റ് കൂടി ഇത് വേവേണ്ടിയുണ്ട്. കറി നല്ല തിളച്ച് വരുന്നുണ്ട്. കുറച്ചൊന്ന് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റണം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. പക്ഷേ ഏകദേശം വെള്ളമൊക്കെ വറ്റാനാകുന്ന സമയത്ത് കറിവേപ്പില ഇട്ട് കൊടുത്താൽ മതി.
അപ്പോൾ നല്ലതാ തിളച്ച് വരുന്നുണ്ട്. ചില ആൾക്കാർ വെള്ളം കൂടുതൽ ചേർക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഈ കറി പിന്നെ വറ്റി വരാനും ഒരു വെള്ളം അതിൻ്റെ അകത്തുനിന്ന് പോകാതിരിക്കാനും സാധ്യത. പക്ഷേ തിളച്ച് വരുന്ന സമയത്ത് ഇത് കൂടുതൽ വെള്ളമാവുകയും ചെയ്യും. ആ വെള്ളത്തിൽ നിന്ന് വേണം നമുക്കിത് പിന്നെ വറ്റി വരാം. അപ്പോൾ ഒരുപാട് സമയം എടുക്കും. അതുകൊണ്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് കുറച്ച് കറി തേങ്ങക്കനുസരിച്ചിട്ടുള്ള വെള്ളം മാത്രമേ ചേർക്കാൻ പാടുള്ളൂ. അപ്പോൾ എൻ്റെ കറിയുടെ റെഡി ആയിട്ടുണ്ട്. ഇതാ ഇത്ര മതി. ഇതുണ്ടോ, ഇതാണ്. ഇതിനിപ്പം കുറച്ച് തണിഞ്ഞ് വറ്റുന്ന സമയത്ത് കുറച്ചും കൂടി കറി ടൈറ്റാവും. അപ്പോൾ ഇത്ര ഇതിൽ വാങ്ങി വെക്കാം. ഇപ്പോൾ എൻ്റെ കറിയുടെ റെഡി ആയിട്ടുണ്ട്. നമുക്കതിനുള്ള കടുക് പൊട്ടിച്ചിടാം. അപ്പോൾ കറി ഞാൻ വാങ്ങി വെച്ച് കഴിഞ്ഞു. അപ്പോൾ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കടുക് പൊട്ടിക്കുക, വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക, കടുക് ഇട്ടെടുക്കുക. നമുക്ക് ഈ പൊട്ടിയ കടു കറിയിൽ ചേർത്ത് കൊടുക്കാം. പെട്ടെന്ന് തന്നെ അടച്ച് വെക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.